ശരിക്കും എന്താണ് സംഭവിച്ചത്? 1990 വാളയാർ ചെക്ക് പോസ്റ്റിനടുത്ത് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരുത്തനെ തേടി ഞങ്ങളൊരു യാത്ര തിരിച്ചു. അവനെ ഞങ്ങൾ കണ്ടെത്തി. കേരള പോലീസിന്റെ ഗണ്ണ് ലാത്തിയാണെന്ന് തനിക്കറിയാമല്ലോ. കയ്യിലുള്ള ലാത്തിക്ക് അവനെ കൈ കിട്ടിയപ്പോൾ ഞങ്ങൾ ശരിക്കും അങ്ങ് പൊതിച്ചു. പക്ഷേ അവൻ എൻ്റെ ലാത്തി മേടിച്ച് 2 ഓടിച്ചിട്ട് തിരിച്ചടിച്ചു. ചേർത്ത് നിൽക്കാൻ പറ്റാതായപ്പോൾ പണ്ട് മുതലും പോലീസായപ്പോഴും സ്വയരക്ഷയ്ക്ക് വേണ്ടി കയ്യിലൊരു കടാര കരുതുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. നിവർത്തി കെട്ടപ്പോൾ കത്തി ഞാൻ കയ്യിലെടുത്തു. ആ സമയത്ത് എൻ്റെ ശരീരത്ത് എന്തോ ഒരു ബാധ കയറിയ പോലുള്ള ഒരു തോന്നൽ. അവൻ്റെ 2 കൈയും പിന്നോട്ടാക്കി പിടിച്ച് അവൻ്റെ നെഞ്ചെടുത്തിലേക്ക് കത്തി കുത്തി 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 കയറ്റുമ്പോൾ എണ്ണം മറന്നു പോയിടൂ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാ കുത്തിൻ്റെ എണ്ണം അറിഞ്ഞത്. 24 കുത്ത്. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ നാറി ദ്രോഹിച്ചു കൊന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പാതയായിരുന്നു എൻ്റെ ശരീരത്ത് കയറിയതെന്ന്. 7-8 കുത്തിനുള്ളിൽ അവൻ ചത്തിരുന്നു. ഒരച്ഛൻ്റെ കടിപ്പ്. എന്നിട്ടോ ജോലിയും പോയി, കൊലക്കുറ്റത്തിന് കുറെ കാലം അകത്തും കിടന്നു. ജോലി പോയതും ജയിലിൽ കിടന്നതും ഒക്കെ എനിക്ക് വെറും മയിലാണോ, മയില്. ആ കൊച്ചിനെ കൊന്നവന് സർക്കാർ ചെലവിന് കൊടുക്കേണ്ടി വന്നില്ലല്ലോ, എനിക്കത് മതി.